ഹലോ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയും സുധീഷും വേർപിരിയാൻ പോവാണെന്ന സത്യം ഭാസ്കരൻ അറിയാണ്. എല്ലാത്തിനും ഒടുവിലാണ് അയാൾ തൻ്റെ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന നിധി എന്ന പെൺകുട്ടിക്ക് തൻ്റെ മകനുമായി യാതൊരു ബന്ധമില്ലെന്നും യാദൃശികമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് താലി കെട്ടിയതാണ് കാര്യങ്ങളെല്ലാം ഭാസ്കരൻ അറിയുമ്പോൾ വല്ലാതൊരു വേദന തോന്നുന്നുണ്ട്. അയാൾ അന്ന് രാത്രി വരുമ്പോൾ അധികം ഏറെ മദ്യപിച്ചുകൊണ്ടാണ് വരുന്നത്. ആ സമയത്ത് അയാളെ കാണുന്നതും ഹരീഷ് ദേഷ്യപ്പെടുന്നുണ്ട്. അച്ഛനോടൊരു 100 തവണ പറഞ്ഞിട്ടുണ്ട് ഈ കോലത്തിൽ ഈ വീട്ടിലേക്ക് വരരുതെന്ന്. ഇതെന്താടാ, ദേവാലയമാണല്ലോ, ഇവിടേക്ക് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി. അതിന് മാത്രം ഒരു നരകമല്ല. നിങ്ങൾ കാരണം ഈ വീട് നരകമായി തീർന്നത്. നിങ്ങൾ ഞങ്ങളുടെ അമ്മയെ കൊന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളെങ്കിലും രക്ഷപ്പെട്ടേനെ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളെ അമ്മയെ കൊന്ന് ജയിലിൽ പോയില്ലേ. എടാ അധികം ചിലക്കാതെ അകത്തേക്ക് പോയി കിടന്നുറങ്ങി, എൻ്റെ കാര്യം നോക്കാം, എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വരാട്ടോ. ആ സമയം നിധിയാണെങ്കിലോ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് നിധിയോട് നിക്കടി അവിടെ എന്ന് പറയണേ. പേടിയോട് നിധി തിരിഞ്ഞു നോക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വന്നത് എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് തന്നെയല്ലേ? അന്ന് നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരുന്നു. ഇവിടെ റിസപ്ഷൻ വെച്ചപ്പോഴും നിന്റെ കഴുത്തിൽ താലി കെട്ടിയതാ. എന്നിട്ടിപ്പോൾ നിങ്ങൾ ബന്ധം വേർപിരിയാൻ പോകുന്നെന്നോ? നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചിട്ടില്ലെന്നും അതൊരു നാടകമാണെന്നാണല്ലോ നീ പറയുന്നത്. അത് സത്യമാണടി? എന്തിനാടി ഇങ്ങനൊരു നാടകം കളിച്ച് ഈ വീട്ടിലേക്ക് വന്ന് എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം നിറച്ചത്? എന്നിട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ നീ തീ കോരിയിട്ടുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോവാനോ? അത് നടക്കില്ല. അത് പറയാം, നിങ്ങൾക്ക് എന്ത് അർഹതയാ ഉള്ളത്? ഞാനും സുധീഷും തമ്മിൽ വിവാഹം നടന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ വിവാഹത്തിന് താല്പര്യമില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കേണ്ട. അതുകൊണ്ട് ഞങ്ങൾ വേർപിരിയുന്നു, അത്ര തന്നെ. അതൊക്കെ ശരിയാ. മനസ്സിൽ സ്നേഹമുള്ളിടത്തേ അത് ഉണ്ടാവുള്ളൂ. നിന്റെ മനസ്സിലൊന്നും നിന്റെയും അവൻ്റെയും മനസ്സിൽ സ്നേഹമോ പ്രണയമോ ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ടാ എത്ര നിസ്സാരമായിട്ടാണ് താലി അറുത്ത് മുറിച്ചതിനെ പറ്റിയും ബന്ധം വേർപിരിനെ പറ്റിയും പറയുന്നത്. താലിക്കൊരു മഹത്വമുണ്ട്, അത് നീ മനസ്സിലാക്കണം. ഓഹോ, അപ്പോൾ നിങ്ങൾ സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്നതോ? നിങ്ങളുടെ 4 മക്കളുടെ അമ്മയല്ലേ? അവരെ കൊന്നതിന് എന്ത് മഹത്താണ് നിങ്ങൾ കാണുന്നത്? സ്വന്തം അമ്മയാ നിങ്ങൾ കൊന്നത്. ഇത് കേട്ടതും ഭാസ്കരൻ്റെ തല താണു പോകുന്നുണ്ട്. ഇതിനിപ്പോൾ ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടാവും. എന്നാലും എനിക്കൊന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ സ്നേഹത്തിൻ്റെയും താലിയുടെയും വില പറയുന്നുണ്ടല്ലോ. അത് പറയാൻ എന്ത് യോഗ്യതയാ നിങ്ങൾക്കുള്ളത്? സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്ന് ജയിലിലോട്ട് പോയി. എന്നിട്ടിപ്പോൾ ഈ മക്കളുടെ ജീവിതം ഇങ്ങനെ ആക്കിയതിന് ഒറ്റൊരാൾ നിങ്ങളല്ലേ? അതെ, എല്ലാവരും അങ്ങനെ തന്നെയാ പറയുന്നത്. പക്ഷേ അങ്ങനെ തന്നെ മോളും വിശ്വസിച്ചോ? എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നീ ഇവിടുന്ന് പോവേണ്ടവളല്ലേ? പൊയ്ക്കോ, എങ്ങോട്ടെന്ന് വെച്ചാൽ പൊയ്ക്കോ. പക്ഷേ സുധീഷിൻ്റെയും പറഞ്ഞുകൊണ്ട് ഇനി ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ എല്ലാവരും എന്നും കോമാളികളാണ്. ഇനിയും അങ്ങനെ ആയി തീരട്ടെ. നീ പോയി രക്ഷപ്പെടെ ഈ നരകത്തിൽ നിന്നെന്ന് പറഞ്ഞ് ഭാസ്കരം കട്ടിലേക്ക് വീഴുമ്പോൾ നിധിക്ക് താൻ പറഞ്ഞത് അധികമായി പോയോ എന്നൊരു തോന്നലുണ്ടേ. അങ്ങനെ നിധി അവളുടെ റൂമിലേക്ക് തിരികെ പോവാണ്. അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ രാവിലെ എല്ലാവരും അവരുടെ ജോലിക്കായിട്ട് പോകുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ കിച്ചണിലേക്ക് വരുന്നുണ്ട്. ഭക്ഷണം എടുത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ നിധി പറയാണ്, സോറി. എന്തിനാ എന്നോട് സോറി പറയുന്നത്? ഇന്നലെ ഞാൻ കുറച്ച് അധികം പറഞ്ഞോ എന്നൊരു സംശയം. എല്ലാവരും പറയുന്നതാ ഞാൻ എൻ്റെ ഭാര്യയെ ചവിട്ടിക്കൊന്ന് ജയിലിൽ പോയെന്ന്. അത് തന്നെ ശരിയെന്ന് അങ്ങനെ കരുതട്ടെ എന്നാ ഞാനും കരുതിയത്. പക്ഷേ മോളെ, നീയും സുധീഷും എന്തിൻ്റെ പേരിലാ പിരിഞ്ഞെന്ന് എനിക്കറിയില്ല. എൻ്റെ മകന് നല്ലൊരു ജോലിയില്ല, നല്ലൊരു വീടില്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നിന്നിവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി പറയുന്നതല്ല. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാ ഞാനും ആഗ്രഹിച്ചത്. പക്ഷെ അതില്ലെന്ന് കേട്ടപ്പോൾ കുറച്ച് പിടിവിട്ടു പോയി. ഇന്നലെ കുറച്ചധികം മദ്യപിച്ചു. അതുകൊണ്ടാ അങ്ങനെ മോളോട് ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. സോറി എന്ന് അയാൾ പറയുമ്പോൾ, അയ്യോ അതൊന്നും വേണ്ട. എന്നാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ മോളെ. ഈ താലി എന്ന് പറയുന്നത് അതിന് വലിയ മഹത്വങ്ങളുണ്ട്. ഭാര്യ ഭർത്താവ് സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവില്ല. രണ്ടുപേരും വേർപിരിയുമ്പോഴാണ് നിങ്ങൾ എത്ര വലുതാരെന്ന് മനസ്സിലാവുന്നത്. ഞാനത് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭാര്യയുടെ മഹത്വം ആ താലിയുടെ മഹത്വമൊക്കെ അറിയുന്നെങ്കിൽ പിന്നെ എന്തിനാ അന്ന് അങ്ങനെ ഒരു ക്രൂരത നിങ്ങൾ ചെയ്തത്? എങ്ങനൊരു ക്രൂരതയെക്കുറിച്ചാണ് നീ പറയുന്നത്? അന്ന് നിങ്ങളുടെ ഭാര്യയെ
ചവിട്ടി കൊന്നോണ്ടല്ലേ ജയിലിലോട്ട് പോയത്. ആര് പറഞ്ഞു? നാട്ടുകാരും പോലീസുകാരും എല്ലാവരും പറഞ്ഞ കഥയല്ലേ അത്. പക്ഷേ സത്യം അതല്ലെന്ന് ഈ ഭാസ്കരനും എൻ്റെ ഭാര്യയ്ക്കും അറിയാം. അവൾ ഒരിക്കലും എന്നെ വെറുക്കില്ല. അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. എൻ്റെ 4 മക്കളുടെ അമ്മയാണ്. അവളെ എങ്ങനെ എനിക്ക് ചവിട്ടിക്കൊല്ലാൻ പറ്റും? ഒരിക്കലും എനിക്കത് ചെയ്യാൻ കഴിയില്ല. എൻ്റെ മക്കളും എല്ലാവരും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചത്. അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടത് ഞാനും കരുതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിഗരറ്റ് വായിൽ വെച്ചുകൊണ്ട് ഭാസ്കരൻ അങ്ങ് പോകുമ്പോൾ അയ്യോ എന്താണ് സംഭവിച്ചത് എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഭാസ്കരൻ അവളെ നോക്കിയൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്നോട് തുറന്ന് പറഞ്ഞൂടെ എന്താ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഈ കുടുംബം ഇങ്ങനെ നരകയാതന അനുഭവിക്കേണ്ടവരല്ല നിങ്ങളൊന്നും. എന്തിനാ സത്യം മറച്ചു വെക്കുന്നത്? അത് വലിയൊരു കഥയാണ്. ചിലപ്പോൾ സത്യം ഞാൻ മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ മറ്റു ചിലർ ജയിലിൽ പോവേണ്ടി പോകുമോ എന്നൊരു ഭയമായിരുന്നു എൻ്റെ കുട്ടികൾക്ക്. ഞാനല്ലാതെ മറ്റാരുമില്ല. ഞാൻ ജയിലിൽ കിടന്നാലും സുഭാഷ് മറ്റുള്ളവരെ നന്നായിട്ട് നോക്കുമെന്ന് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയത് എന്ന് കണ്ണീരോടെ അയാൾ പറയുന്നുണ്ട്. എന്താ അന്ന് സംഭവിച്ചത്? അന്ന് അങ്ങനെ നികേഷിനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്താണ് ആ ഒരു സംഭവം നടന്നത്. ചവിട്ടിക്കൊന്ന് ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നെന്ന് നാട്ടുകാരൊക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരു തൃപ്തിയായിരുന്നു. എൻ്റെ ഭാര്യയെ ഒന്ന് നുള്ളി നോവിക്കുക പോലും ചെയ്യില്ലായിരുന്നു. പക്ഷെ ചെറുതായിട്ടൊക്കെ മദ്യപിക്കും. അതിന് പകരം ഞാൻ വേറൊന്നും ഈ വീട്ടുകാർ ഉപദ്രവിച്ചിട്ടില്ല. സുഭാഷിന് കുറച്ചൊക്കെ പ്രായമുണ്ട്. അവൻക്ക് വകതിരിവും ബുദ്ധിയും എല്ലാം തിരിച്ചറിയുന്ന ഒരു പ്രായമാണ്. മറ്റുള്ളവരൊക്കെ ചെറുതാണ്. അമ്മയുടെ സഹായമില്ലാതെ ഒന്നിനും പറ്റില്ല. അങ്ങനെ ലെവലായിരുന്നു. അങ്ങനെ ഒരു ദിവസം നികേഷിന് ആ ഒരു ചെറിയൊരു പ്രായത്തിൽ തന്നെ ആ ഒരു സമയം പ്രസവിച്ച് കിടന്ന് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടാവുള്ളൂ. ആ സമയം കിച്ചണിൽ വന്നുകൊണ്ട് എൻ്റെ ഭാര്യ പത്മ അവളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ അവളോട് അത് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് പിടിക്കുന്നുണ്ടെങ്കിലും മക്കൾക്ക് പിന്നെ ആരാ വെച്ചുണ്ടാക്കുക ഞാനല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സ്വയം കുക്ക് ചെയ്യായിരുന്നു. സുഭാഷിൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ താഴെ കുറച്ച് എണ്ണ പോയിരുന്നു. അത് ഞാനോ അവളോ ആരും കണ്ടില്ല. എണ്ണയിൽ ചവിട്ടിയതും അവളങ്ങ് തലയിടിച്ച് വീയാണ്. നേരെ അമ്മിക്കല്ലില അവളെ തലയിടിച്ചത്. അതോടുകൂടെ ആ സമയം തന്നെ അവളുടെ ബോധം പോവുകയും ചെയ്തിരുന്നു. പിന്നീട് ആകെ ബഹളമായിരുന്നു. അവളെ പിടിച്ച് കുലുക്കുന്നത് കണ്ടുകൊണ്ടാണ് അവിടെ എൻ്റെ ഏട്ടനെന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ അയാൾ വന്നത്. അവള് എത്രയായിട്ടും കണ്ണ് തുറന്നില്ല. എന്നാലോ തലയിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും പുറത്തേക്ക് വരുന്നില്ല. കണ്ടതിൽ അയാൾക്ക് എന്നുള്ള ദേഷ്യവും വെറുപ്പും കൊണ്ട് തന്നെ ഭാര്യയെ ഞാൻ ചവിട്ടിക്കൊന്നെന്ന് നാട് നീളെ പറഞ്ഞു. അതും എല്ലാവരും വിശ്വസിച്ചു. എൻ്റെ ഭാര്യ പെട്ടെന്ന് മരണത്തിന് കാരണം അതാണെന്നും വിശ്വസിച്ചു തന്നെ എൻ്റെ ഭാര്യയെ പോസ്റ്റ്മോർട്ടം ചെയ്തു ഞാൻ കൊന്നതാണെന്ന് വരുത്തി തീർത്തു. അങ്ങനെ ഞാൻ ജയിലിൽ പോയി. ഇതൊന്നും അറിയില്ലായിരുന്നു ആർക്കും. ഞാനൊരിക്കലും എൻ്റെ ദേവിയെ കൊല്ലില്ല. അവളെ എനിക്ക് ജീവനായിരുന്നു. എൻ്റെ മക്കളുടെ പൊന്നമ്മയായിരുന്നു. അവളില്ലാത്ത ലോകം എനിക്ക് ഇരുട്ട് മൂടിയതായിരുന്നു. ജയിലിൽ തന്നെയാണ് നല്ലതെന്ന് എനിക്കും തോന്നി. പിന്നെ എതിർത്തില്ല. എല്ലാം അങ്ങ് സമ്മതിച്ചു എന്ന് പറഞ്ഞ് കണ്ണീരോടുകൂടെ ഇങ്ങനെ നിധിയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുകയാണ്. ഇതൊന്നും ഒരിക്കലും ആരോടും പറയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ പറഞ്ഞു പോവാണ് എന്ന് പറയുന്നുണ്ട്. മോളെ നീ ഈ വീട്ടിലുണ്ടാവണമെന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ സുധീഷിൻ്റെ അമ്മ അവരുടെ ആത്മാവും ഈ വീട്ടിൽ ഉണ്ട്. അതെനിക്കറിയാം. അവരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും ഈ വീട്ടിലൊരു പെൺകുട്ടി. നീ ഇവിടുന്ന് പോവാണെന്ന് കേട്ടപ്പോൾ നീ ബന്ധം പിരിയാണെന്ന് കേട്ടപ്പോൾ വല്ലാതൊരു വേദന തോന്നി എന്ന് പറയാം. ഇനിയല്ല മോളുടെ ഇഷ്ടം. അങ്ങനെ ഭാസ്കരൻ്റെ മനസ്സിലെ ആ ഒരു നന്മയും സ്നേഹവും തൻ്റെ മക്കളോടുള്ള കരുതലും മനസ്സിലാക്കാണ് നിധി. അവൾക്ക് വല്ലായ്മ തോന്നി. താൻ ഒരിക്കലും ഈ വിവാഹം ആഗ്രഹിച്ചതല്ല. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ നിധി തകർന്നിരിക്കുകയാണ്. ഇല്ല, താനൊരിക്കലും ആഗ്രഹിച്ച വിവാഹമല്ലല്ലോ. എനിക്കിവിടുന്ന് പോയേ മതിയാവൂ. മറ്റുള്ളതൊന്നും എനിക്ക് ഓർക്കേണ്ട. ഈ വീട്ടിൽ കുറച്ച് നല്ല നാളുകൾ ഞാൻ താമസിച്ചു. അതിലപ്പുറം മറ്റൊരു ബന്ധവുമില്ല. അങ്ങനെ നിധി തൻ്റെ ഉറച്ച തീരുമാനത്തിൽ നിൽക്കാണ്. എന്നാലോ അവൾക്ക് ആ വീട് വിട്ടുപോവാനോ അച്ഛനെയും കൂടപ്പിറപ്പുകളെ വിട്ടുപോവാനാവാതെ നിധി വീണ്ടും അവിടെ തന്നെ കുരുങ്ങിക്കിടക്കേണ്ട ഒരവസ്ഥ വരാട്ടോ. പോകെ ഭാസ്കരൻ എന്ന ആ അച്ഛനെ അവൾ നന്നാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ്റെ കൂടെ എപ്പോഴും നിധി ഉണ്ടാവും. ഞാനൊരു കാര്യം പറഞ്ഞാൽ അച്ഛൻ കേൾക്കാമോ എന്ന് സ്വന്തം മോളെ പോലെ അവൾ ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നുമോള് പറഞ്ഞോ, ഈ വീട്ടിൽ ആരെക്കാളും ഇഷ്ടം എനിക്ക് നിന്നെയാണ്. എന്നാൽ ഈ വലിയും കൂടി അങ്ങ് നിർത്തിക്കൂടെ? അത് പറയരുത് മോളെ. എൻ്റെ മനസ്സിലെ സങ്കടവും ദേഷ്യവും വെറുപ്പും എല്ലാം മറക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല അച്ഛനെ അമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ വേണ്ടത്. അല്ലാതെ മരിച്ചു പോയവരെ ഓർത്തിട്ട് ഇങ്ങനെ ചെയ്യല്ല. മക്കൾക്ക് വേണ്ടിയെങ്കിലും അച്ഛൻ നല്ലവനാവണം എന്ന് പറയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളി വേഷം കേട്ടിട്ട് എന്തിനാ? എത്രയ്ക്ക് നന്നായാലും ഈ
ഭാസ്കരൻ ജയിൽ പുള്ളിയായിട്ട് തന്നെയാണ് എല്ലാവരും കാണുള്ളൂ. അവരങ്ങനെ കാണട്ടെ, നമ്മളത് ചെയ്തിട്ടില്ലെന്ന കാര്യം നമുക്കറിയാലോ. പിന്നെ മറ്റാരെന്ത് പറഞ്ഞാലും നമുക്കെന്താ എന്ന് പറഞ്ഞ് നിധി ഭാസ്കരനെ പതിയെ പതിയെ മാറ്റുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡാട്ടോ നമുക്ക് മുമ്പിൽ വരാൻ പോകുന്നത്.